ശിവപാദരെ, ഭക്ഷണം കഴിക്കാം. കഴിക്കാം മോളെ. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല. അതിഥി ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾ ഒന്നും ഭക്ഷണം കഴിക്കാറില്ല. ആഹാ, സ്നാനം കഴിഞ്ഞ് എത്തിയോ? അമരനീതി അവർകളെ, നിങ്ങളുടെ കുട്ടിയും അതിഥി സൽക്കാര പ്രിയയാണല്ലേ? അതെ, ആ ശീലം ഞങ്ങൾ വളർത്തിയെടുത്തതാ. അതിഥി ദേവോ ഭവ എന്ന പാഠം അവര് പഠിച്ചിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിക്കാം. കഴിക്കാം. ഞാൻ കൊണ്ടുപോയ കൗബീനം നീരാട്ടിനിടയിൽ നന്നേ നനഞ്ഞുപോയി. മാറി ഉടുക്കാൻ കൗബീനം വേണം. ഞാൻ ഏൽപ്പിച്ച കൗബീനം കൊണ്ടുവരൂ. അതിനെന്താ, ഇപ്പൊ കൊണ്ടുവരാം. വെച്ചിരുന്ന കൗബീനം കാണുന്നില്ലല്ലോ. സുബ്ബലക്ഷ്മി, സുബ്ബലക്ഷ്മി, എന്താ? എന്തിനാ വിളിച്ചത്? നമ്മൾ ഇവിടെ കൊണ്ടുവച്ച കൗബീനോടെ? ഞാൻ കണ്ടില്ല. നമ്മൾ ഇവിടെ കൗബീനം കൊണ്ടുവച്ചിട്ട് അല്പസമയമല്ലേ ആയുള്ളൂ. അതിനു മുമ്പ് കൗബീനം അവിടെ പോയി. ബഹളം കേട്ടത്? മോളെ, ഇവിടെ വെച്ചിരുന്ന കൗബീനം മോള് കണ്ടോ? ഇല്ല. സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ അതിഥി ഏൽപ്പിച്ച കൗബീനോ? മാറി എടുക്കാൻ അതിഥി അത് ആവശ്യപ്പെടുമ്പോ തൽക്ഷണം കൊടുക്കുന്നതാ ആതിഥ്യ മര്യാദ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതുവരെ ദാനം കൊടുക്കാൻ വേണ്ടി എത്രയോ കൗബീനങ്ങൾ മഠത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നുപോലും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇത് ആദ്യമായിട്ടാ. എന്തായാലും ഒന്നും കൂടെ തെരഞ്ഞു നോക്കാം. എന്റെ ഈശ്വര, എന്തായി? കിട്ടിയോ? ഇവിടെ ഒന്നും കാണുന്നില്ല. ഞാനും അവിടെയൊക്കെ അന്വേഷിച്ചു, ഒരിടത്തും ഇല്ല. ഇതെന്തൊരു മറിമായമാണ് ഈശ്വര. ഇനി ശിവപാദരായി വന്നിരിക്കുന്നത് വല്ല അത്ഭുത സിദ്ധനോ മായാജാലക്കാരനോ ആണോ? ആവോ, ആർക്കറിയാം. കൈലാസനാഥ, എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? ഏൽപ്പിച്ച സാധനം കാണാനില്ലെന്ന് പറഞ്ഞ ശിവപാദരുടെ പ്രതികരണം എന്താവും? എന്തായാലും സത്യം തുറന്നു പറയുക തന്നെ. എന്താ നയനാർ അവറുകളെ, സമയം വളരെ വൈകിയില്ലേ? വസ്ത്രം ധരിച്ചിട്ട് വേണ്ടേ ഭക്ഷണം കഴിക്കാൻ? കൗബീനം എവിടെ? കൗബീനം എങ്ങും കാണാനില്ല. എന്ത്? കൗബീനം കാണാനില്ലെന്നോ? അതെ, സുരക്ഷിതമായ സ്ഥാനത്താ ഞങ്ങളത് കൊണ്ടുപോയി സൂക്ഷിച്ചത്. അവിടെ കാണുന്നില്ല. മഠം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അങ്ങ് ഏൽപ്പിച്ച കൗബീനം മാത്രം കാണാനില്ല ശിവപാദരെ. മാപ്പ് തരണം. സാധ്യമല്ല.
മാപ്പർഹിക്കുന്ന കുറ്റമല്ലത്. എനിക്ക് എന്റെ കൗബീനം തന്നെ തിരിച്ചു കിട്ടിയിരിക്കണം. ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കണം. ശിവപാദരെ, അങ്ങയുടെ കൗബീനത്തിനു പകരമായി അങ്ങ് ആവശ്യപ്പെടുന്ന പണവും രത്നങ്ങളും മറ്റു സ്ഥാവര ജംഗമ വസ്തുക്കളും മുഴുവനും തന്നേക്കാം. എന്തിന്? നൈഷ്ഠിക ബ്രഹ്മചാരിയും സർവസംഘ പരിത്യാഗിയുമായ എനിക്കെന്തിനാണ് പണവും രത്നവും? എന്തിനാണ് സ്ഥാവര ജംഗമ വസ്തുക്കൾ? ഒന്നും വേണ്ട. എനിക്കെന്റെ അമൂല്യമായ കൗബീനം തന്നെ കിട്ടിയിരിക്കണം. ശിവപാദരെ, ദാനം കൊടുക്കാനായി കയ്യിൽ വെച്ചിരുന്ന മറ്റൊരു കൗബീനം ഇവിടെ ഉണ്ട്. അത് സദയം വാങ്ങി അങ്ങ് തൃപ്തിപ്പെടണം. നോക്കാം. എന്റെ പക്കലുള്ള നനഞ്ഞ കൗബീനത്തിന്റെ തുല്യമായ തൂക്കം നിങ്ങൾ പറഞ്ഞ കൗബീനത്തിനുണ്ടെങ്കിൽ നോക്കാം. പിന്നെ അത് അളക്കാൻ ഒരു ത്രാസ് കൂടി എടുത്തോളൂ. ആയിക്കോട്ടെ, വരൂ. ഇനി അദ്ദേഹം പറഞ്ഞതുപോലെ തത്തുല്യ തൂക്കം ഇതിനില്ലെങ്കിലോ? ഇല്ലെങ്കിൽ പിന്നെ എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കട്ടെ. ശിവപാദരെ, ഇതാ. മറ്റുള്ള ചില വസ്തുക്കളും നിങ്ങളുടെ തട്ടിലെടുത്ത് വയ്ക്കുക. ഭാരം തുലനമാകുന്നെങ്കിൽ ഞാൻ തൃപ്തിപ്പെട്ടോളാം. വെറുമൊരു ശിവപാദർ മാത്രം. ആട്ടെ, നായനാർ അവർകൾ ലക്ഷക്കണക്കിന് കൗബീനങ്ങൾ ശിവപാദന്മാർക്ക് ദാനം ചെയ്ത മഹാപുണ്യവാനാണല്ലോ. കൗബീന മഹാത്മ്യം ശരിക്കും അറിയുമോ അങ്ങയ്ക്ക്?
കുറച്ചൊക്കെ അറിയാം. എന്നാൽ പറയൂ, കേൾക്കട്ടെ. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ചേർത്ത് വച്ചാലും ശ്രീ പരമേശ്വരന്റെ കൗബീനത്തിനോട് തുലനം ചെയ്യാനാവില്ല. ഭഗവത് കൗബീനം സമസ്ത വേദങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. അതിന്റെ നൂലിഴകൾ സർവശാസ്ത്രങ്ങളുടെയും പ്രതീകമാണ്. അത്രയ്ക്ക് ജ്ഞാനമുണ്ടായിട്ടാണോ ഞാൻ ഏൽപ്പിച്ച കൗവീനം സൂക്ഷിക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയത്? മാപ്പ് നൽകണം ശിവപാദരെ. അങ്ങയുടെ കൗബീനത്തെ തുലനം ചെയ്യാൻ ഞാനും എന്റെ പത്നിയും മകളും തുലാസിൽ കയറിയിരിക്കാൻ അനുവദിക്കണം. അനുവദിക്കണം ശിവപാദരെ. അങ്ങനെ തന്നെ ആകട്ടെ. നിങ്ങൾ തുലാസിൽ കയറിയിരിക്കുക. ഞങ്ങൾക്കും കുട്ടിക്കും കയറിയിരിക്കാൻ പാകത്തിനുള്ള തുലാസ് ക്ഷേത്രത്തിലേ ഉള്ളൂ. നമുക്ക് തൃക്കടയൂർ ക്ഷേത്രത്തിലേക്ക് പോകാം. ആയിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞ കഥ അവിശ്വസനീയമായി തോന്നുന്നു. എല്ലാം മഹാദേവന്റെ ലീലാവിലാസങ്ങളായി കണക്കാക്കിയാൽ മതി. അല്ല, നിങ്ങളുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉൾപ്പെടെയുള്ള സകല സമ്പാദ്യങ്ങളും വെച്ച് തുലനം ചെയ്തിട്ടും ആ ശിവപാദരുടെ കൗബീനത്തിന് തുല്യം വന്നില്ലെങ്കിൽ നിങ്ങളെ തന്നെ തുലന വസ്തുവായി വെക്കാമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് അലിഞ്ഞില്ലല്ലോ. കഷ്ടമായിപ്പോയി. കൗപീനത്തിന് പകരം പണം കൊടുക്കാമെന്ന് പറയാമായിരുന്നില്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല തിരുമേനി. ഞങ്ങളുടെ പക്ഷത്തല്ലേ തെറ്റ്. അദ്ദേഹം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കൗബീനം ഞങ്ങളുടെ കയ്യിൽ നിന്നല്ലേ നഷ്ടപ്പെട്ടത്. അപ്പോ ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്യാനും ബാധ്യസ്ഥരാണ്. എന്നിട്ട് അദ്ദേഹം എവിടെ? അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി നടയിലേക്ക് പോയി. എന്റെ കൗബീനത്തിന് തുല്യമായി നിങ്ങളുടെ വസ്ത്രങ്ങൾ വെച്ച് തുലാഭാരം നടത്തുക. അവിടുത്തെ അഭീഷ്ടം പോലെ. തുല്യം വരുത്തുക.
നായനാരെ, നമ്മുടെ കൗപീനത്തിന് തുല്യം ചെയ്യാൻ നിങ്ങളുടെ സമ്പത്തിനോ സ്വത്തിനോ കഴിയില്ല. ആയതിനാൽ നിങ്ങൾ വാക്കു പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും കയറിയിരുന്ന് നമ്മുടെ കൗപീനത്തിന് തുല്യം വരുത്തുക. ആവാം. തിരുമേനി, തിരുമേനി, ഇരിക്കാൻ ഒരു തട്ട് വേണമായിരുന്നു. ഇനി ഇറങ്ങിക്കോളൂ. ഇനി ഇറങ്ങിക്കോളൂ. ശിവപാദർ പറഞ്ഞതനുസരിച്ച് തുലാഭാരം തുല്യമായിരിക്കുന്നു. അങ്ങ് ആരാണ്? എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിച്ചത്? ഹേ നായനാർ ശ്രേഷ്ഠ, അങ്ങ് ശിവപാദന്മാർക്ക് നൽകുന്ന കൗബീന ദാനവും മറ്റു സേവനങ്ങളുമൊക്കെ തികച്ചും നിസ്വാർത്ഥങ്ങളാണ്. മഹാദേവന്റെ കൗബീനത്തിനൊപ്പം ഈടുറ്റതുമാണ്. പുണ്യാത്മാവായ അങ്ങയുടെ പ്രവർത്തനങ്ങളിൽ മഹാദേവൻ പരിപൂർണ സംതൃപ്തനുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം മഹാദേവന്റെ ലീലാവിലാസങ്ങൾ തന്നെയാ. അതേ തിരുമേനി. ശിവപാദരോടെ പോയി. ദേ, ശിവപാദർ ശ്രീകോവിലിനുള്ളിലേക്ക് കയറി പോന്നു. ദേ, സംശയിക്കേണ്ട നായനാർ ശ്രേഷ്ഠരെ, അങ്ങയുടെ മഠത്തിൽ കൗബീനവുമായി വന്നത് സാക്ഷാൽ തൃക്കടയൂരപ്പൻ തന്നെയായിരുന്നു.
അതെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? എനിക്ക് ക്ഷേത്രത്തിലൊന്ന് പോണമായിരുന്നു. അതിന് ഞാനെന്ത് വേണം? നീ പലപ്പോഴും തൃക്കടയൂർ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടല്ലോ, അത് എന്നോട് അനുവാദം ചോദിച്ചിട്ടാണോ? അത് പിന്നെ തൃക്കടയൂർ ക്ഷേത്രത്തിലേക്കല്ല, മറ്റൊരു ക്ഷേത്രത്തിലേക്കാ പോകേണ്ടത്. വള്ളത്തിൽ പുഴ കടന്നു വേണം ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ. പേരുകേട്ട ഒരു ശിവക്ഷേത്രമാണ്. പല ഭക്തർക്കും ഉദ്ദിഷ്ട കാര്യ സാധ്യം ഉണ്ടായിട്ടുണ്ടെന്നാ കേൾവി. ഓ, എന്താണാവോ മീനാക്ഷിക്ക് പുതിയൊരു ഉദ്ദിഷ്ടകാര്യസിദ്ധി? ഭർത്താവ് ഒത്ത് നാട്ടാചാര വിധി പ്രകാരമുള്ള ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയണേ എന്നത് തന്നെയാണ് മീനാക്ഷിയുടെ ഉദ്ദിഷ്ട കാര്യം. വിവാഹം കഴിഞ്ഞിട്ട് നാളെ എത്രയായി? ഇപ്പോഴും നാട്ടുകാർക്ക് മീനാക്ഷിയും പച്ചയമാലും ഭാര്യ ഭർത്താക്കന്മാർ. മീനാക്ഷി വെറും അടുക്കളക്കാരിയും പച്ചയമാലി യജമാനനുമാണെന്ന് തറവാട്ടുകാർക്കല്ലേ അറിയൂ. മീനാക്ഷി വന്തിയാണോ എന്ന് പലരും ചോദിക്കുന്നു. സാധുവായ എന്റെ അച്ഛന്റെ മുഖത്തും ആ ചോദ്യം ചോദിക്കാതെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഒരു കുഞ്ഞിനെ ഓമനിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ അത് തന്നെയാണ് മീനാക്ഷിയുടെ ഉദ്ദിഷ്ട കാര്യം. അത് സാധ്യമാവണമെന്ന് പ്രാർത്ഥിക്കാനാ പുഴയ്ക്കക്കരെയുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. വന്തി ആകൃതി എന്ന് അപേക്ഷിക്കാൻ.